കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഒരു ദുഃഖവാർത്തയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ എഞ്ചിൻ അഡ്രിയാൻ ലൂണ പരിശീലനത്തിനിടയിൽ കാൽമുട്ടിന് പരിക്കേറ്റ് സർജറി വേണമെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനൊരു വ്യക്തത വന്നിരിക്കുകയാണ്. ലൂണയുടെ സർജറി സക്സസ്ഫുൾ ആയി തന്നെ കഴിഞ്ഞുവെന്നാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചൊരു ദുഃഖവാർത്ത കൂടിയുണ്ട്. സർജറി കഴിഞ്ഞ് ലൂണയ്ക്ക് ഏകദേശം 3 മാസത്തോളം വിശ്രമം വേണമെന്നാണ്. അതിനുശേഷം മാത്രമേ കളിക്കളത്തിലേക്ക് തിരികെ എത്താനാകൂ. പ്രമുഖ സ്പോർട്സ് മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൺഫേം ചെയ്ത് കഴിഞ്ഞു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ഇതേപ്പറ്റി ഒന്നും വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും അഡ്രിയാൻ ലൂണ ഇനി ISLന്റെ 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായി ഉണ്ടാകില്ല എന്നത് ഉറപ്പായി. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അഡ്രിയാൻ ലൂണയുടെ ഈ അഭാവം വൻ തിരിച്ചടി തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിനെ ഇതുവരെ എത്തിച്ചതിൽ ലൂണ വഹിച്ച പങ്ക് ചെറുതല്ല. ഇനി ലൂണയ്ക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ലൂണ ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സ് ISLന്റെ 10ാം സീസൺ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ്. എത്രയും വേഗം ലൂണയ്ക്ക് പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചില്ലെങ്കിൽ പാതി മുങ്ങി നിൽക്കുന്ന കപ്പൽ മുഴുവനായി മുങ്ങും. എന്തായാലും ലൂണ പോകുമ്പോൾ ISLന്റെ 10ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് ഉറപ്പുവരുത്തിയിട്ട് തന്നെയാണ്. ഈ സീസൺ മുൻപ് തുടങ്ങിയതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുൻപിലെ പ്രതിസന്ധികൾ. ഇപ്പോൾ അത് പൂർത്തിയായിരിക്കുകയാണ്. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടുത്തി വീണെന്ന് പറഞ്ഞതുപോലെയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ. ഇനി എന്താ എന്നത് കാത്തിരുന്ന് കാണാം. അതുപോലെ അഡ്രിയാൻ ലൂണ എത്രയും പെട്ടെന്ന് പരിക്കിൽ നിന്ന് മുക്തനായി കളിക്കളത്തിൽ തിരികെ എത്തട്ടെ എന്നും പ്രതീക്ഷിക്കാം. കൂടുതൽ ISL അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.